ഉപ്പ് വരെ നിങ്ങൾ അള്ളാഹുവിനോട് തേടണം എന്നാണ് വഹാബികൾ ഇയ്യാക നസ്തഈൻ എന്നതിനെ ഡിവൈഡ് ചെയ്തു. ഭൗതിക കഴിവ് മനുഷ്യന്റേതാണെന്ന് നിർവചിച്ചു, അഭൗതികം മാത്രം അങ്ങോട്ട് അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തു. ഇങ്ങനെ തൗഹീദ് വിഭജിച്ച് തൗഹീദിന്റെ പേരിൽ കുഫ്രിയത്ത് പഠിപ്പിച്ച കക്ഷിത്തമാണ് വഹാബികൾ. എന്നിട്ടോ ഒരു ബുക്കിൽ വഹാബികൾ എഴുതിക്കാണ്, ഒരു എഞ്ചിനീയറുടെ അടുത്ത് ചെന്നിട്ട് ഒരാൾ എന്ത് ചെയ്തു, എഞ്ചിനീയർ എനിക്ക് വയറ് വരുത്താനുണ്ട്, എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണം, രോഗം മാറ്റി തരണം എന്ന് ചോദിച്ചു. നമ്മളെ വിശ്വാസപ്രകാരം നമ്മളെന്താ പറയാ, എഞ്ചിനീയറോട് വയറുവേദനക്ക് മരുന്ന് പോയി ചോദിച്ചോൻ എന്തോ തലക്കും കൂടി മരുന്നിന്റെ ആവശ്യമുണ്ട്, ഓനെ കുതിരവട്ടത്തൊന്ന് കൊണ്ടുപോകണമെന്ന് നമ്മൾ പറയും. എന്നാൽ വഹാബികൾ എന്താ പറയുന്നത്, നിങ്ങളുടെ എഞ്ചിനീയറോട് പോയിട്ട് ഒരാൾ മരുന്ന് ചോദിച്ചാൽ അത് ശിർക്കാണ്. കാരണം എഞ്ചിനീയർക്ക് മെഡിസിന്റെ കഴിവില്ലല്ലോ, അതുകൊണ്ട് അത് ശിർക്കാണ്. ഇനി ഒരാൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്ത് ചോദിച്ചു, എനിക്കൊരു പ്ലാൻ വരച്ചു തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ പറയാ ആക്ക് തലക്ക് ചെറിയ പ്രശ്നം, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി ചികിത്സിക്കുന്ന പറയാ, അത്രേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താ വഹാബിയോട് പറഞ്ഞു, ഡോക്ടറോട് പോയിട്ട് ഒരാൾ പ്ലാൻ വരച്ചു തരാൻ പറഞ്ഞാൽ അത് ശിർക്കാണ്. കാരണം ഡോക്ടർക്ക് ഒരു കഴിവുണ്ട്, അത് മെഡിസിന്റെ കഴിവാണ്. എഞ്ചിനീയർക്ക് ഒരു കഴിവുണ്ട്, അത് എഞ്ചിനീയറിംഗിന്റെ കഴിവാണ്. അള്ളാഹ് പറയുന്നതോ അന്നൽ ഖുവത ലില്ലാഹി ജമീആ, സകല കഴിവുകളും അല്ലാഹുവിനുള്ളതാണ്. എന്നാൽ വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, അതേ ആശാരിയുടെ പണിയും മുശാരിയുടെ പണിയോ ഡോക്ടർ പണിയും എഞ്ചിനീയറുടെ കഴിപ്പണിയോ ഔലിയാക്കളെ കറാമത്തും അമ്പിയാക്കളെ മുഅ്ജിസത്തും എല്ലാം പടച്ചവൻ അല്ലാഹുവാണ്. എല്ലാം അല്ലാഹുവിന്റെ ഖൈർ ശർറിന്റെ നിമിത്തങ്ങളായി അല്ലാഹു നിശ്ചയിച്ചു തന്നതാണ്. അതുമായി ബന്ധപ്പെടുന്നത് അല്ലാഹുവിനെ ദൈവമാക്കൽ, അല്ലാഹു അല്ലാത്തവരെ ദൈവമാക്കലല്ല. മറിച്ച് അത് തലക്കൊക്കാത്തത് കൊണ്ട്, ലാബിൽ തെളിയാത്തത് കൊണ്ട് വഹാബികൾ അതൊക്കെ ശിർക്ക് തള്ളിയിടാം. ഇനി